ഫ്ലാഷ് ബാക്ക്. മരിച്ചതിന് ശേഷം ഇവളൊരു പോസ്റ്റ് ഇട്ടു ഫേസ്ബുക്കിൽ, നന്നായി എന്ന് പറഞ്ഞിട്ട്, നന്നായി എന്ന് പറഞ്ഞ ഈ ഇമോജിയും വെച്ചിട്ടാണ് ഇവൾ ഈ ഒരു പോസ്റ്റ് ഇട്ടത്. ദീപക് മരിച്ചപ്പോ സന്തോഷം പറഞ്ഞ പോസ്റ്റ് ഇട്ടല്ലോ, അവന്റെ അമ്മയുടെ കരച്ചിൽ കണ്ടതിന് അറിഞ്ഞൂലേ അത് കള്ളക്കരച്ചിലാണ്. വേൾഡിൽ ഇതുപോലെ ഒന്നേ ഉള്ളൂ, ഇവളെ ഉണ്ടാക്കിയ ശേഷം പടച്ചോനെ അച്ഛൻ ഉടച്ചു കളഞ്ഞു. എന്റെ കുട്ടിക്ക് ഇത് താങ്ങാൻ പറ്റില്ല, അതാണ് എന്റെ കുട്ടി എന്റെ മുഖം. കുട്ടി അമ്മയുടെ കരച്ചിൽ കണ്ടതിന് അറിഞ്ഞൂലേ അത് കള്ളക്കരച്ചിലാണ്. പരമനാറി പട്ടി കഴിവേറടാ മോളെ. കൊറേ നാളായി നിന്റെ സൂക്കേട് തുടങ്ങിയിട്ട്. Meanwhile, എനിക്കെതിരെ ഒരു പോക്സോ കേസ് എന്ന സമൂഹം എങ്ങനെയായിരിക്കും അത് കാണുന്നുണ്ടാവുക? ഞാൻ സെക്സിനെ പറ്റി, മാസ്റ്റർബേഷനെ പറ്റിയിട്ടൊക്കെ ഇത്ര ഓപ്പൺ ആയിട്ട് സംസാരിക്കുമ്പോൾ കഴപ്പ് കയറി നടക്കുന്ന അവള് പിള്ളേർ ഇങ്ങനെ ചെയ്യും. ഏത് തരത്തിലാണ് ലൈംഗികപരമായി പോക്സോ കേസ് കൊടുക്കുന്നതാണ് പറഞ്ഞ് പേടിപ്പിച്ചത്? പോക്സോ എന്ന് പറയുന്നത് അതാണല്ലോ, അതായത് ഞാൻ കുട്ടികളുടെ മുന്നിൽ നഗ്ന വീഡിയോ കോൾ വിളിച്ചു എന്നൊക്കെ പറഞ്ഞിട്ടാണ് എനിക്കൊരു ഒരുമാതിരി ചന്തക്കാരി പെണ്ണുങ്ങളുടെ പോലെ രണ്ടും കൽപ്പിച്ച് അവളെ ഇറങ്ങിയിരിക്കുക. തറവാട്ടി പറഞ്ഞതിന്റെ യാതൊരു ലക്ഷവും കാണുന്നില്ല. അതിനവളെ തറവാട്ടുകാരി ആയിട്ട് വരും. ഇപ്പൊ വെടിയാണെന്നോ നിങ്ങൾ പറയുന്നുണ്ടോ ഒന്ന് ആലോചിച്ച് നോക്കണം. രാവിലെ നിങ്ങൾ പറയുന്നുണ്ടോ? അല്ല, ആൾക്കാർ പറയുന്നുണ്ട്. അങ്ങനെ പറ. പിന്നെ അനുഭവിച്ചോട്ടാ. ഞാൻ 5 മണിക്ക് രാവിലെ എണീറ്റ് കുളിച്ച് ട്യൂഷന് പോയി, അവിടുന്ന് നേരെ BEd കോളേജിൽ പോയി പഠിച്ച് അവിടുന്ന് വീട്ടിൽ വരാതെ രാത്രി പിന്നെ അടുത്ത ട്യൂഷൻ പോയി എടുത്ത് രാത്രി 8 മണിക്ക് വന്നിട്ട് വീണ്ടും BEdന്റെ എല്ലാ വർക്കും എഴുത്തെടുത്ത് അങ്ങനെ ജോലി ചെയ്ത് ജീവിച്ച ഒരാളെ നിങ്ങൾ വേണ്ടിന്ന് പറയും. പിടിച്ചെന്നായപ്പോ പുതിയ കഥ ഇറക്കാപ്പാ. ഭയങ്കര മോശമാണ്. കാരണം ഞാൻ അത്രയ്ക്ക് കഷ്ടപ്പെട്ട്, ഞാൻ എന്റെ ജീവിതം അങ്ങനെ കഷ്ടപ്പെട്ടു. കരയരുത് വിശാലം, മേക്കപ്പ് ഇളകും. കരഞ്ഞിട്ടില്ല. എനിക്ക് എവിടെ ചെന്നാലും ഈ ഗതികേട് എന്നെ വെടി തവടിക്കുന്ന ഞാൻ എത്ര കഷ്ടപ്പെട്ട നീ അങ്ങനെയല്ലല്ലോ നേരത്തെ പറഞ്ഞത്. താങ്കളുടെ പെർസ്പെക്ടീവില് പ്രണയിച്ച് നടക്കുന്നതാണ് ഏറ്റവും നല്ലത്. അത് കഴിയുമ്പോൾ അടുത്ത ആളെ പ്രണയിക്കുക. എന്നോട് ക്രഷ് തോന്നി, ഞാൻ എന്ത് ചെയ്തു? എന്താ പറയാ, ഞാൻ അവനോട് സെക്ഷൽ കോൺടാക്റ്റിൽ ഏർപ്പെട്ടു. അങ്ങനെ വിരലുണ്ടാവുന്ന ആൾക്കാർ 10 പേരുമായിട്ട്. നിനക്ക് നാണമുണ്ടോ? ഇവളുണ്ടല്ലോ 10 രൂപ കൊടുക്കാന്ന് പറഞ്ഞ പൂരപ്പറമ്പിൽ പബ്ലിക് ആയിട്ടിരുന്ന് മൂത്രമൊഴിക്കുന്ന ഇതൊരു കാര്യം മറ്റേടത്ത് ഐഡിയ ആയി പോയി. അവിടുന്നും കിട്ടി ഇവിടുന്നും കിട്ടി.